ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. വേറെ ഒന്നുമല്ല, ഇന്നലെ അല്ല 2 ദിവസമായി നമ്മുടെ പുതിന നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 പീസോളൂ നല്ലത്, ബാക്കിയൊക്കെ ഇങ്ങനെ കുഞ്ഞ് തണ്ട് പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് നട്ട് നോക്കിയതാണ്. സംഭവം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളക് ചെടിയിലുള്ള കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുട്ടികളെക്കാൾ വലിയ ആക്രാന്താണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ പറിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളകൊക്കെ വേറെ ഉണ്ട്, പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് പറിക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പം ഞാനുള്ളതൊക്കെ പറിച്ചു. ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കുഞ്ഞിതാണ് കേട്ടോ. എന്നാലും അത് പറിച്ചെടുത്തിട്ടുണ്ട്. ഫാദുക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ പറിക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് ഞാനും. നമ്മളിങ്ങനെ നട്ടുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ 1 2 ആണെന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 3 കിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തക്കാളി 2 ഉണ്ടായിരുന്നു, അതൊന്ന് കൊഴിഞ്ഞു പോയിട്ടോ. ഇനി 1 ഉണ്ട്. നമുക്കിവിടെ സ്ഥലം കുറവാണ്, പക്ഷെ എന്നാലും ഇതേപോലെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തത് മണ്ണാണ് കേട്ടോ. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊന്നും മണ്ണെടുക്കാനില്ല. അപ്പുറത്തൊക്കെ വേലി കെട്ടി, പിന്നെ മുന്നിൽ ഇപ്പോൾ വീട് പണി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ രാത്രി ഇക്കാക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, അതുകൊണ്ട് രാത്രി ഉണ്ടാക്കുന്നില്ല. പിന്നെ രാവിലെ അങ്ങനെ മടിച്ചിട്ട് കൂടുതൽ ദിവസം ദോശയോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മുടെ കടലക്കറി വെച്ചിട്ട്. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കടലക്കറി നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂളിലും ഇന്ന് തന്നെയാണ് കൊടുത്തു വിടുന്നത്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ഉപ്പേരി പോലെ ആക്കിയിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ കറി തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ തീയൊക്കെ കത്തി അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പിൽ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറും കല സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചൂട് തട്ടുകയും ചെയ്യും. കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളക്കും. പിന്നെ അരിയിട്ടാൽ മതിയല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ പ്രാവശ്യം നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് നമ്മുടെ വേവില്ലാത്ത അരിയാണ് കേട്ടോ. നമ്മളെ ആദ്യത്തെ സാധാരണ കിട്ടുന്ന വെള്ളരി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് മട്ടരിയാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, 1 മണിക്കൂറെങ്കിലും എന്തായാലും വേവണം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഒരു 20 മിനിറ്റൊക്കെ മാക്സിമം മതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു 7:30 ഒക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ എന്നാലും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചപ്പാത്തിയും കൂടി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വേഗം പണികളൊക്കെ തീർക്കാൻ എന്തോ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇത് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് രാത്രി കുതിർത്താൻ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ 4 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കടലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ അരക്കുന്നില്ല. നമ്മൾ കടല കുറച്ചെടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ കടലക്കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ വെച്ചാൽ. കടലക്കറിയൊക്കെ എല്ലാവരും ഒക്കെ വെക്കാറില്ല, അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒന്നാമത് ഫോണവിടെ വെക്കാനുള്ള ഒരു സ്ഥലമില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളിവിടെ ക്ലാസ്സിലും അതുപോലെ തന്നെ കുപ്പിയിലൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അവിടെ വെക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് സ്റ്റീൽ നല്ല ചൂടാണ്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കടലക്കറിയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തി വെച്ചിട്ടാണ് നമ്മൾ പാലെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പാലെടുക്കാൻ പോയപ്പോഴത്തേക്കും കറിയൊക്കെ റെഡിയായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പാലൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പത്തിരി എന്ന് പറയുന്നത് ചപ്പാത്തിയൊക്കെ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാൻ കേട്ടോ. എന്നിട്ട് ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ എനിക്ക് കയ്യിലിട്ട് ഇളക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഊതി കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ചെയ്യാൻ നോക്കും. ലാസ്റ്റ് പിന്നെ സ്പൂൺ എടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ചായയിൽ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് മധുരം ഇട്ട് വെക്കാൻ കേട്ടോ.
ഇനി നമ്മളെ കിച്ചണിൽ ഇതാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം തന്നെ അരി ഒന്ന് കഴുകിയിട്ട് അരിയും കൂടി ഇടാണ് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു അരി പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാ ചോറും അരിയും കൂടി ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഫൈസിക്കുട്ടിനെ മദ്രസയിൽ കൊണ്ടാക്കുമ്പോൾ മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് കുടയും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി, കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ നനഞ്ഞ് വരണ്ടേ രാവിലെ തന്നെ വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓനെ വേഗം കൊണ്ടുവന്നു അതാ കുളിപ്പിച്ച് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്യാമറയുടെ മുന്നിൽ കണ്ടിട്ടാണ് കേട്ടോ ഒരു നാണക്കിടവന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിതാ ഒന്ന് വാർത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ വാർത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും വിചാരിക്കട്ടോ എൻ്റെ കയ്യിൽ കൂടെ പോവോ എന്ന് വിചാരിക്കട്ടോ. 1-2 തവണ അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ വാർത്ത് വെച്ചു. പിന്നെ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇനി കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ ഒരു കടലക്കറി തന്നെയാണ് കൊടുത്തു വിടുന്നത്. കാരണം ഉച്ചയ്ക്ക് നമ്മൾ വേറെ കറി ഉണ്ടാക്കുന്നുണ്ട്, കാരണം ഉച്ചയ്ക്ക് എന്തായാലും തികയില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, മക്കൾക്ക് കൊടുത്തു വിടാനും. അങ്ങനെ വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട ശേഷം ഫൈസിക്കുട്ടിക്ക് ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ടൈം ഉണ്ടായിരുന്നു, ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും 9:30-ക്കല്ലേ ഇറങ്ങേണ്ടത്. അപ്പോൾ ബാക്കി ഇപ്പോൾ പൈസനെ കുളിപ്പിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ വേഗം ഒന്ന് അടിച്ച് വാരിയിടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫാദുക്കുട്ടിനെ കൊണ്ടാക്കി വന്നാൽ പിന്നെ തുടച്ചാൽ മതിയല്ലോ, കുറച്ച് പണി കുറവായിരിക്കും. അടിച്ചു വരാൻ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. ഒന്നാമത് ഇവർ ഇടയ്ക്കൊക്കെ ഇപ്പോൾ മേലെ എപ്പോഴെപ്പോഴും പോയിട്ട് മേലെ എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിടും. അപ്പോൾ മേലെ അടിച്ചു വരണം. അപ്പം അതുകൊണ്ട് തന്നെ അടിച്ചു വരാൻ അത്യാവശ്യം ടൈം വേണം. പിന്നെ അങ്ങനെ ഞാൻ ഫൈസീനെ കൊണ്ടാക്കി വന്നു, പിന്നെ ഫാദുവിനെ കൊണ്ടാക്കി വന്നു. അപ്പോഴത്തേക്കും നല്ല വിശപ്പ് കേട്ടോ. കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒന്നല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് 2 കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുക. ഒന്നല്ലെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും, രാവിലത്തെ ബാക്കിയുള്ളത് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ റീൽസ് കാണും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് എടുക്കും, നമ്മളെ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു 3 കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡാണ് കേട്ടോ കഴിച്ചത്. ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നാമത് ഇന്നൊരു 7:30 ആയപ്പോഴത്തേക്കും ഞാൻ രാവിലെ കഴിച്ചു ചപ്പാത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദുക്കുട്ടിനെ കൊണ്ടാക്കി വന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ്. അപ്പോൾ രാവിലത്തെ ബാക്കി ചപ്പാത്തി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ല മഴ. അപ്പം മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ തിരുമ്പാങ്ങനെ നിൽക്കുന്ന സമയത്താണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരുമ്പിയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ മഴേനെയൊക്കെ കണ്ടിട്ടും വീഡിയോ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കറി വെക്കണം, പിന്നെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഇന്ന് ഉപ്പേരി വെക്കുന്നത് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ കടലക്കറി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ വെച്ചില്ല. പിന്നെ രാവിലെ ഇതിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ചീഞ്ഞു പോകാനായിട്ടുണ്ട്, പുറത്ത് 2-3 തൊലിയൊക്കെ നാശമായിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടി വെച്ചിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും വെക്കാൻ പറ്റൂല. അപ്പോൾ ഇന്നെന്തായാലും അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയായിട്ട് നമ്മൾ വെണ്ടക്കക്കറിയാണ് കേട്ടോ വെക്കുന്നത്, തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള വെണ്ടക്ക കറിയാണ്. നല്ല ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഈ കാക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്കൊന്നും കൂട്ടൂല, പക്ഷെ കറി ഇഷ്ടമാണ്. അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് തേങ്ങ നോക്കുന്ന സമയത്താണ് തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പൊളിച്ചതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പൊളിക്കാത്ത ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പാറയിലൊക്കെ പൊളിക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മളെ വാക്കത്തിൽ തന്നെയാണ് പൊളിക്കുക, പക്ഷെ ഇപ്പോൾ വാക്കത്തിൽ പൊളിക്കാനായിട്ട് വയ്ക്കൂല കേട്ടോ. കാരണം നമ്മളിങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് വാക്കത്തിൽ കൊണ്ട് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു കത്തി കൊണ്ടാണ് കേട്ടോ പൊളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാക്കത്തി ഇപ്പോൾ ഊട്ടിയിട്ട് നല്ല മൂർച്ചയാണ് കേട്ടോ. അപ്പോൾ കൈ എങ്ങാനും മാറിപ്പോയ കയ്യിൽ 2 പീസാവും. അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ടാണ് പൊളിക്കുന്നത്. പിന്നെ ഇതാ തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു, മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ 2 പേരും ഇല്ലല്ലോ. അപ്പം ഞാൻ തന്നെ ഇങ്ങോട്ട് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ചിലത് ഒരു വാടിയ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും വെക്കണം, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ നമ്മളെ രാവിലത്തെ ചപ്പാത്തിയും കടലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ ഞാൻ കാണാതെ വീടിൻ്റെ ഉള്ളിൽ കയറി പോകാൻ നോക്കണം. നമ്മൾ വാല് തുറന്നിട്ട് ഞാൻ അപ്പം കയറും കേട്ടോ. ഇവിടെ 2-3 എണ്ണം ഉണ്ട് കേട്ടോ.
എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ പണിയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ചിലപ്പോൾ ഇതിനമ്മയൊക്കെ കയറിയിട്ട് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിന്നാൻ നോക്കട്ടോ. അപ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം വരും എനിക്ക്. അത് കഴിഞ്ഞ് ഇതാ കുളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ മീഷോന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടോപ്പ് വിത്ത് പാൻറ് ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിട്ടുള്ളത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഷേപ്പ് ചെയ്യണമായിരുന്നു. ഏകദേശം കറക്റ്റാണ്, പക്ഷെ ചെറിയ ലൂസുള്ളൂ കേട്ടോ. എനിക്ക് ഡ്രസ്സ് ഇങ്ങനെ ലൂസായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഷേപ്പാക്കിയിട്ട് ഇടാനാണ് ഇഷ്ടം, വീട്ടിലിടാനാണെന്നുണ്ടെങ്കിലും. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഷേപ്പാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ, എത്രത്തോളം നമുക്ക് ലൂസ് ഉണ്ടെന്നൊക്കെ നോക്കുക. കൈയാണെന്നുണ്ടെങ്കിലും നമ്മളെ വയറിൻ്റെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എത്രത്തോളം ലൂസ് ഉണ്ട് നോക്കാം. എന്നിട്ട് നമ്മളെ ഡ്രസ്സ് നേരെ തിരിച്ചിടുക, മറിച്ചിടുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറിച്ചിടില്ല, അതേപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് പേനയും കൊണ്ടോ ചോക്ക് കൊണ്ടോ ജസ്റ്റ് ഒരു വര വരക്കുക. നമുക്ക് എത്രത്തോളം നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് വര വരയ്ക്കുക. ആ ഒരു വരയ്ക്കണ കറക്റ്റായിട്ട് നമ്മൾ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ തുന്നൽക്കാരൻ എത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ അത് TV സീരിയൽ കണ്ടിട്ട് ഷേപ്പാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് TV നോക്കുന്നത്. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അതായത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇടണം. എനിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വീട്ടിലിടാനൊക്കെ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് പിറ്റേ ദിവസം തന്നെ ഇടണം. അപ്പോൾ ഇത് വന്നത് ഇന്നലെയാണ്. എന്നിട്ട് വൈകുന്നേരം തന്നെ ഞാനതൊന്ന് വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണങ്ങി. അപ്പോൾ ഇന്ന് ഇതാക്കിയിട്ട് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. 360 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. ആ ഒരു റേറ്റിലേക്ക് ഇത് നല്ല വേർത്തിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ശരിക്കും ഷോളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ വരെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ല ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ, സീ യു.